അപ്പൊ ദേ നമ്മൾ 4 മണി കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഞാന് ഇടുക്കിക്ക് പോയിട്ട് വന്നപ്പോ ഒരു സാധനം കൊണ്ടുപോകും. ഫ്രിഡ്ജിൽ ഇരുന്നതാ, വെള്ളമായിരുന്നു, വെള്ളം. അപ്പൊ ദേ ഇടുക്കിന്ന് പോയിട്ട് വന്നപ്പോ മമ്മി ഉണ്ടാക്കി വെച്ചിരുന്നതാണ് കേട്ടോ, ചക്കപ്പഴം വരട്ടി വെച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ചക്കയുടെ ഉണ്ടാക്കാമേ. ഇടുക്കിയിലെ സ്പെഷ്യലാണ് ചക്കയട. എല്ലാവരുടെയും സ്പെഷ്യൽ അല്ലേ ചക്കയട. അപ്പൊ നമുക്കിന്ന് ചക്കയട ഉണ്ടാക്കാം. ഞാൻ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് വെച്ചിരുന്നത്. അപ്പൊ ഐസ് പോകാൻ വേണ്ടി ഞാൻ പുറത്തെടുത്ത് വെച്ചിരുന്നതാണേ. അപ്പോ ഇതിനി കുറേ പണികളുണ്ട്. കുറേ പണികളില്ല, കുറച്ച് പണികളുണ്ട്. ഇതിനി തേങ്ങ ചിരണ്ടി എടുക്കണം, പിന്നെന്താ ശർക്കര ഉണ്ടാക്കണം, കുറച്ച് പണികളുണ്ട്. ഇത് എല്ലാം ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നല്ല എളുപ്പമുണ്ടാവും. ശർക്കര ഒരുക്കി പാനി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അത് മതി. പിന്നെ തേങ്ങ ചിരണ്ടി എടുക്കണം, അതൊരു പണിയാണ്. അപ്പം ഞാനിങ്ങനെ ഈ സാധനമൊക്കെ ഇത് ചട്ടിയൊക്കെ എടുത്തോണ്ട് വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് തേങ്ങ ചിരണ്ടിയിട്ടില്ലല്ലോ. അപ്പൊ തേങ്ങ ചിരണ്ടി എടുത്തോണ്ട് വരട്ടെ. നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് വേണ്ട മെയിൻ സാധനം എന്താണെന്ന് അറിയാമോ? മെയിൻ സാധനം ഇതാണ്. വേറൊരു മെയിൻ സാധനമുണ്ട് കേട്ടോ, നമ്മുടെ ഇടനേലയാണ് കേട്ടോ. ഇടനേല, വഴുതേല എന്നൊക്കെ പറയും. അപ്പൊ ഇതില്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് മണവും കിട്ടത്തില്ല. അപ്പൊ മണവും ഗുണവും ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇടുക്കിന്ന് തന്നെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പറിച്ചോണ്ട് വന്നാണ് കേട്ടോ. അപ്പൊ ചക്കപ്പഴമുണ്ട്, നമ്മുടെ ഇടനേലയുണ്ട്. എന്നാ പിന്നെ അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ഞാൻ വാഴയിലേക്കകത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കിതിന്റെ പണി തുടങ്ങാം. അപ്പൊ അതേ നമ്മള് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശർക്കര ഒരുക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്, കുറച്ച് ശർക്കര മതി. അപ്പൊ നമുക്ക് തീ കത്തിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല തണുത്തിരിക്കുന്നതായോണ്ടൊന്ന് ചൂടായി വരണം. അതിലേക്ക് നമുക്ക് ഈ ചക്കപ്പഴം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറുതീയില് നമുക്കിതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത് രണ്ട് യോജിക്കുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എനിക്ക് ഇച്ചിരി കറുത്തിരിക്കണം, പിന്നെ ഇച്ചിരി മധുരമൊക്കെ വേണം, അങ്ങനെയൊക്കെയാണ്. ഏതായാലും ഉണ്ടാക്കും, അപ്പൊ നല്ല രുചിയിൽ ഉണ്ടാക്കണ്ടേ. അപ്പൊ നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇതുപോലെ ചക്ക നല്ലവണ്ണം വഴറ്റി അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് നല്ലവണ്ണം ഡ്രൈ ആക്കി, നല്ല ജാമ് പോലെ ആക്കി. ജാമല്ല, അതിലും നല്ല ഡ്രൈ ആക്കിയിട്ടാണ് ചക്ക വരട്ടിയത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കുറേ നാളത്തേക്ക് അതിരിക്കും. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു, ഇപ്പോൾ ഉണ്ടാക്കുന്നവർ കുറവാണ്. അത് നല്ല പണിയുള്ള ഒരു പരിപാടിയാണ്. ഇളക്കി ഇളക്കി നമ്മുടെ കൈയൊക്കെ ഒരു പരുവാകും. അപ്പം അതേ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. ഒന്ന് ഇറക്കി താഴെ വെക്കാം. ചൂടല്ലേ അപ്പൊ ചെറുതായിട്ടൊന്ന് ആറുന്ന വരെ നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി എടുത്തു വെക്കാം. ഇതിൻ്റെ അകത്ത് ഇനി പൊടി ഇട്ട് കുഴയ്ക്കാനുള്ളതാണ്.
അപ്പോൾ ഇതേ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാമേ. ആവശ്യത്തിന് തേങ്ങ, എത്ര അളവുണ്ടോ അതിനനുസരിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പളമൊന്നുമില്ല, അത് കുഴയ്ക്കുമ്പം അതിനൊരു പാകമുണ്ടല്ലോ. അപ്പോൾ ഇതേ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതാ കുറച്ച് ജീരകം, നല്ല ജീരകം. പൊടി തികഞ്ഞില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്താൽ മതി. പിന്നെ അധികം അങ്ങോട്ട് ടൈറ്റായി പോകരുത്. ടൈറ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് കഴിയുമ്പം ഭയങ്കര ഹാർഡായിരിക്കും കഴിക്കാനായിട്ട്. ഈ ചക്കപ്പഴത്തിൻ്റെ വെള്ളം മാത്രം മതി, കൂടുതൽ വെള്ളം ഒഴിച്ച് കുഴക്കേണ്ട ആവശ്യമില്ല. റവ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കുറച്ച് ലൂസായിട്ടിരിക്കണം എന്നേ ഉള്ളൂ. കുറച്ചും കൂടെ റവ ഇട്ട് കൊടുക്കാം കേട്ടോ. റവ നനഞ്ഞു കഴിയുമ്പം വീർത്തു വരും കേട്ടോ, അതുകൊണ്ടാണ് അധികം റവ ഇടാത്തത്. പിന്നെ എനിക്ക് ഇച്ചിരി ചക്കപ്പഴം കൂടുതലുള്ളതാണ് നല്ല ഇഷ്ടം. ആള് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പൊടി ചേർത്ത് കുഴച്ചെടുക്കാം. ആള് കുറവുള്ളിടത്ത് ചക്കപ്പഴം കൂടുതൽ ചേർത്ത് കുഴച്ചെടുക്കാം. സ്ഥിരം ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ഈ സ്പൂൺ കൊണ്ടാണ് ചെയ്യുന്നത്. ഈ പാകത്തിന് കുഴച്ചെടുക്കണം കേട്ടോ. ഇതുണ്ടോ, ഇതിലും കട്ടിക്ക് കുഴച്ച് കഴിഞ്ഞാൽ റവ ആയതുകൊണ്ട് വെന്ത് കഴിയുമ്പം അത് വീർത്തു വരുമല്ലോ, അപ്പോൾ ഭയങ്കര ടൈറ്റായി പോകും. ഗോതമ്പ് പൊടി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഗോതമ്പ് പൊടിക്ക് നല്ല കട്ടിയാണ്. നമ്മൾ ഇലയൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കിത് നിറച്ച് കൊടുക്കാമേ. ഇടനേലയിൽ വെച്ചാൽ വരുന്ന മണം, ഒരു നല്ല സ്മെല്ല് വരും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതാ ഇതിലേക്ക് വെച്ചു. അങ്ങനെ അവസാനത്തെ ഇലയും തീർന്നത്. എത്ര മിച്ചമുണ്ട് കേട്ടോ. ഈ കരിമീൻ പൊള്ളിക്കാൻ ഇത്തിരി വാഴയില മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വാഴയില മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിത് അതിൽ നിറയ്ക്കാം. ഇലയില്ലാണ്ട് വന്നതിൻ്റെ വിഷമം. വാഴയിലയിൽ വെച്ചില്ല എന്ന് വേണ്ട, ഉള്ള വാഴയിലയിൽ തട്ടിക്കൂട്ടി നമ്മൾ വെക്കും. നമ്മൾ തട്ടിക്കൂട്ടി. അപ്പൊ ദേ നമുക്കിത് ആവി കയറ്റാൻ വെക്കാമേ. അട അടുപ്പത്തോട്ടാക്കുന്നുണ്ട് കേട്ടോ.
മൂടി വെക്കണ പാത്രം കറിച്ചട്ടി മൂടി വെക്കുക. നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാമേ. നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് മൂടി വെക്കാം. ചക്കയുടെ എന്തായാലും നോക്കാട്ടോ. ആ അടിപൊളി. ഇതിന്റെ മറുഭാഗം എന്തോന്ന് നോക്കട്ടെ. ഇവിടെ ഈ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ചിലത് ഉള്ളിലോട്ടുള്ളതിൻ്റെ ഒന്നും ചിലപ്പം താഴ്ഭാഗം ഈ ഭാഗം വെന്തിട്ടുണ്ടാവില്ല. ഇതിന്റെ ഒക്കെ കണ്ടോ, ചെറുതായിട്ടൊരു പച്ച കളർ പോലെ. ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ആവി കയറട്ടെ. ഇതേ നമുക്ക് തുറന്നു നോക്കാം. അടിപൊളി. നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ അട. തീ നിർത്തി കൊടുക്കാം. നമ്മുടെ നല്ല സൂപ്പർ അട. സോഫ്റ്റ് ആണ് കേട്ടോ. ചക്കപ്പഴമാണ് കൂടുതല്. അതുണ്ടാവും. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അടിപൊളി. റവ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഗോതമ്പ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ചക്കപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചക്കയിടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു വികാരമാണ് അല്ലേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വല്ലപ്പോഴും കിട്ടുന്നൊരു പലഹാരമാണ്. അതുകൊണ്ട് ചക്ക സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് പിന്നെ ഇത് കണി കാണാൻ കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മളിതുപോലെ കുറച്ച് വഴറ്റിയെടുത്ത് നല്ല ഡ്രൈ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പണ്ട് ഞാനിങ്ങനെ കൊണ്ടുവന്ന ഫ്രീസറിൽ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പൊ ഒരു വർഷത്തേക്ക് കുറേശ്ശെ കൊതി തോന്നുമ്പോൾ എടുത്ത് ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം ഇപ്രാവശ്യം അധികം കൊണ്ടുവന്നിട്ടില്ല, അധികം വഴറ്റിയിട്ടില്ല. കാരണം മമ്മിക്ക് പാടില്ലാത്തതുകൊണ്ട് മമ്മി അധികം വഴറ്റിയില്ല ഇപ്രാവശ്യം. ഉണ്ടായിരുന്ന കൂട്ട് ഞാൻ കുറച്ച് എടുത്തോണ്ട് വന്നാണ് കേട്ടോ. അപ്പം നമുക്കിതൊരു സൂപ്പർ ടേസ്റ്റി വല്ലപ്പോഴും കിട്ടുന്ന ഒരു പലഹാരം ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിത് മറ്റുള്ളവർ ഇങ്ങനെ ഉണ്ടാക്കി ഇടുന്ന കാണുമ്പോഴൊക്കെ നമുക്ക് പുതിയത് സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാന്ന് പറഞ്ഞ പോലെ ചക്കയുള്ള സീസണിൽ ഉണ്ടാക്കി വെച്ചാൽ ചക്കയില്ലാത്ത സീസണിൽ നമുക്ക് വയറ് നിറച്ച് കൊതി തോന്നുമ്പോൾ ഉണ്ടാക്കി തിന്നാം. അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.